പരീക്ഷിക്കുന്നു. തികഞ്ഞ ബുദ്ധിശക്തിയും പ്രാബല്യവുമുള്ള ഒരുവൻ എന്തിനാണ് ബുദ്ധിശക്തി? റോബോട്ട് പോലെ പ്രവർത്തിക്കുന്ന മലക്കുകൾക്ക് എന്തിനാണ് ബുദ്ധിശക്തി? അതിൻ്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ അദ്ദേഹം ശരിക്കു നിലകൊണ്ടു. ഈ ശരിക്കു നിലകൊണ്ടു എന്നതിന് ഇവിടെ ബ്രാക്കറ്റിൽ സാക്ഷാൽ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ മുഹമ്മദിന് ഹിറാ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ട മലക്ക്. പിന്നെ മുഹമ്മദ് പേടിച്ച് ഓടിയതിന് ശേഷം ആകാശത്ത് 600 ചിറക് വിരിച്ചിട്ട് ഭയങ്കര ഒരു ഭീകര സ്വത്വമായിട്ട് മുഹമ്മദിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് ഖദീജ മുഹമ്മദിനെ വിളിച്ചുകൊണ്ടായിട്ട് തുണി അയച്ചിട്ട് കാണിച്ച് മലക്കാണോ ചെയ്ത്താനാണെന്നൊക്കെ പരീക്ഷിച്ചതൊക്കെ അങ്ങനത്തെ ആ സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തെ ഓർത്തുകൊണ്ട് ആണ് ഇവിടെ പറയുന്നത് സാക്ഷാൽ രൂപത്തിൽ വിശ്വരൂപം കാണിച്ചുകൊണ്ട് ഈ മലക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പോലും ഇവിടെ അർത്ഥമാക്കുന്നത്. അദ്ദേഹം സമുന്നത നഭോമണ്ഡലത്തിലായ സ്ഥിതിയിൽ, സമുന്നത നഭോമണ്ഡല ആകാശത്തിൽ പരന്ന് 600 ചിറക് വിരിച്ച് നിന്ന ആ ഒരു സന്ദർഭത്തിലായപ്പോഴാണ് അദ്ദേഹം അവിടെ വിശ്വരൂപം കാണിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് കൂടുതൽ അടുത്തു വന്നു. പിന്നെ ഈ മലക്ക് വലിയ വിശ്വരൂപം വിട്ടിട്ട് മനുഷ്യൻ്റെ കോലത്തിലും ചെറിയ രൂപത്തിലുമൊക്കെ മുഹമ്മദിൻ്റെ അടുത്ത് വന്നിരിക്കാൻ തുടങ്ങി. മുഹമ്മദിൻ്റെ തലയിൽ കയറിയിരിക്കാൻ തുടങ്ങി. മുഹമ്മദിൻ്റെ കട്ടിൽമ വന്ന് കുത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ മുഹമ്മദിനേക്കാളും ചെറുതായിട്ട് പിന്നെ അടുത്ത് വരാൻ തുടങ്ങി. പിന്നെ മലക്കില്ലാതെ തന്നെ മുഹമ്മദ് ആയത്തിറക്കൽ പരിശീലിച്ചു. അങ്ങനെ മുഹമ്മദ് വായി തോന്നുന്നതൊക്കെ തോന്നുമ്പോൾ തന്നെ വിളിച്ചു പറയാൻ തുടങ്ങി. അതാണ് ചരിത്രം. എന്നിട്ട് 2 വില്ലിൻ്റെ അളവിലായി, അല്ലെങ്കിൽ അതിലും കൂടുതൽ അടുപ്പത്തിലായി തീർന്നു. അങ്ങനെ അടുത്തടുത്ത് മുഹമ്മദിൻ്റെ പോക്കറ്റിലെത്തി എന്നാണ് പറയുന്നത്. അദ്ദേഹം കണ്ടതിനെ ഹൃദയം നിഷേധിച്ചിട്ടില്ല എന്നിരിക്കെ താൻ കാണുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് നിങ്ങൾ തർക്കിക്കുകയാണോ? പിന്നെ തർക്കിക്കില്ലേ? കാരണം ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഒരാൾ രംഗത്ത് വന്നാൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ നാട്ടുകാർ വിചാരിക്കുക. അങ്ങനെ ഒരു മലക്ക് 600 ചിറക് വിരിച്ചിട്ട് ആകാശത്ത് മുഹമ്മദ് മാത്രം കാണുന്നത് എന്തിനാണ്? മുഹമ്മദിന് അത് എന്തായി എല്ലാവർക്കും കാണിച്ചു കൊടുത്തൂടെ? എല്ലാവരും കാണിച്ചു കൊടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടു. മുഹമ്മദെ, നീ കാണുന്നത് ഞങ്ങൾക്കും കൂടെ കാണിച്ചു തന്നൂടെ എന്ന് മുഹമ്മദിനോട് ഈ മക്കാർ ആവശ്യപ്പെട്ടു. അപ്പോൾ മുഹമ്മദ് പറയാണ്, ഞാൻ കണ്ടല്ലോ, ഞാൻ ഹൃദയം കൊണ്ട് കണ്ടല്ലോ, പിന്നെ നിങ്ങളെന്തിനാ കാണുന്നു എന്ന് ചോദിച്ചിട്ട് ആണ് നിങ്ങൾ തർക്കിക്കുന്നോ എന്നിവിടെ ചോദിക്കുന്നത്. എന്തർത്ഥമാണ് ഇതിനുള്ളത്? ഞാനിങ്ങനെ ഒരു മലക്കിനെ കാണുന്നു, മലക്കിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, മലക്കിനോട് ഇതൊക്കെ പറയുന്നു എന്ന് പറയുന്നതും, എന്നിട്ട് ആ മലക്കിനെ വേറെ നാട്ടുകാർക്കാർക്കും കാണാൻ പറ്റില്ല എന്ന് പറയുന്നതും, എന്നാൽ ആ നാട്ടുകാരുമായിട്ടുള്ള ഇടപാടിനാണ് ഈ മലക്ക് വന്നത് എന്നുകൂടെ പറയുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. മുഹമ്മദിനോട് എന്തെങ്കിലും സ്വകാര്യം പറയാനോ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ എന്തെങ്കിലും സുക്കട് മാറ്റാനോ വന്ന ആളാണെങ്കിൽ ആട്ടെ, പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഈ ജിബ്രീൽ മുഹമ്മദിൻ്റെ അടുത്തേക്ക് വന്നത് ഈ നാട്ടുകാർക്ക് ദൈവത്തിൻ്റെ മെസ്സേജ് കൊടുക്കാനാണെങ്കിൽ ആ മലക്കിനെ കാണാനും അത് മലക്ക് കൊണ്ടുവന്നതാണെന്ന് ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെടാനും ഒക്കെയുള്ള അവകാശം അവർക്കില്ലേ? അത് ബോധ്യപ്പെട്ടിട്ടല്ലേ അവർ വിശ്വസിക്കേണ്ടത്. അപ്പോൾ മുഹമ്മദിന് മാത്രം കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് ഒരു ഇല്യൂഷനാണ്, മെൻ്റൽ ഇല്യൂഷനാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഒരാൾ മറ്റാരും കാണാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആകാശത്ത് കാണുന്നു, അല്ലെങ്കിൽ അവിടെ കാണുന്നു, ഇവിടെ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് മാനസിക വിഭ്രാന്തിയാണ്. അത് മനഃശാസ്ത്രപരമായി വളരെ ലളിതമായി തെളിയിക്കാവുന്ന ഒരു കാര്യമാണ്. അത്തരം അപക്കാഴ്ചകളും മായക്കാഴ്ചകളൊക്കെ കാണുന്നത് ഒന്നുകിൽ കാഴ്ചയുടെ ഇല്യൂഷനാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇല്യൂഷനാണ്. ഇവിടെ മുഹമ്മദിനെ ബാധിച്ചത് മാനസികമായ ഇല്യൂഷൻ മാത്രമായിരുന്നു. മുഹമ്മദിൻ്റെ അന്ധവിശ്വാസങ്ങൾക്കനുസരിച്ച് മുഹമ്മദ് എന്തോ ഒരു സത്വത്തെ കാണുന്നതായിട്ട് മുഹമ്മദിന് തോന്നിയിരുന്നു. ആ തോന്നൽ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ അവർ മുഹമ്മദിനോട് തർക്കിച്ചു. ഞങ്ങൾക്ക് കാണിച്ചോണ്ട, അല്ലെങ്കിൽ തെളിവ് കൊണ്ട, അല്ലെങ്കിൽ നീ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് എന്നൊക്കെ മക്കാർ ആവശ്യപ്പെട്ടു. വളരെ സ്വാഭാവികമാണ്, വളരെ യുക്തിസഹമാണ്. അവരാവശ്യപ്പെട്ടത് വളരെ വളരെ ന്യായവും യുക്തവുമാണ്. എന്നിട്ട് അതിന് കൊടുക്കുന്ന മറുപടി എന്താ? ഞാൻ നല്ലോണം കാണുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ എന്ന് പറഞ്ഞാളാ എന്നാണ് ഇവിടെ അള്ളാഹു പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് മറുപടിയായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ബാലിശമാണ് അള്ളാഹുവിൻ്റെ ഓരോരോ മറുപടികളും ന്യായങ്ങളും എന്ന് നോക്കൂ. ഇനി അടുത്ത